കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിന് വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളെ ചില നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഇടയിലേക്ക് തോന്നുന്നു പാസ്റ്റർ പൗലോസ് നീലഗിരി ഭാഗങ്ങളിൽ വർക്ക് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ സ്ട്രോക്ക് നിമിത്തം രോഗക്കിടക്കയിലായിരുന്നു. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി നമ്മുടെ ദൈവജന പഠനത്തിനായി പ്രിയപ്പെട്ടവൻ വന്നിട്ടുണ്ട്. പൂർണ്ണ ആരോഗ്യത്തോടെ കടന്നു വരുവാൻ ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം ഇത്രത്തോളം കൊടുത്ത ആശ്വാസത്തിനായി, സൗഖ്യത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് സ്തോത്രം ചെയ്യാം. തുടർന്ന് നമ്മുടെ ദാസനെ ദൈവം ബലപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് രാത്രി തുടർന്ന് ദൈവജന പഠനത്തിനായി സൂം പ്ലാറ്റ്ഫോമിൽ വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ എഹെസ്കേലിന്റെ പ്രവചനം 34 അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ആഴ്ചത്തെ എപ്പിസോഡുകൾ നമ്മുടെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ചില ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ട് കഴിഞ്ഞ 3 ആഴ്ചത്തെ ഇടാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പലരും എന്നെ വിളിച്ച് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ദൈവം എന്ന് വെച്ചാൽ ഇന്നോ നാളെയോ മറ്റന്നാളോ 2 ദിവസത്തിനുള്ളിൽ അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടെ ഓർപ്പിച്ചുകൊള്ളുന്നു. നമ്മൾ എഹെസ്കേൽ പ്രവചനം 34 അധ്യായത്തിൽ കണ്ടത് ആടുകളെക്കുറിച്ചും ഉത്തരവാദിത്തമില്ലാത്ത ഇടയന്മാരെക്കുറിച്ചുമാണ് നമ്മൾ കണ്ടത്. ഇടയന്മാരെ ദൈവം കൂലിക്ക് ആക്കി വെച്ചിരുന്നു. ഇടയന്മാർ ഉത്തരവാദിത്വത്തോടെ ആടുകളോട് ഇടപെടുകയോ ആടുകളോട് കരുവ് തോന്നുകയോ ചെയ്തില്ല. അവർ ആടുകളെ മേയ്ക്കേണ്ട പകരം തങ്ങളെ തന്നെ മേയ്ക്കുന്നവരായി തീർന്നു. അതുകൊണ്ട് യഹോവയായ ദൈവം പറയുന്നു, ഇനി ഞാൻ ആ സ്ഥാനത്ത്, എൻ്റെ ആടുകളാണത്. ഇടയന്മാർ വെറും കൂലിക്ക് വേണ്ടിയുള്ളവരാണ്. ഇത് എൻ്റെ ആടുകളാകിയാൽ ഞാൻ ഇനിയും ആ സ്ഥാനത്തിരുന്ന് എൻ്റെ ആടുകളെ ഞാൻ നടത്തും. എൻ്റെ ആടുകളെ ഞാൻ പരിപാലിക്കും. എൻ്റെ ആടുകൾ മലകളിലും കുന്നുകളിലും മരുഭൂമിയിലേക്ക് ചിതറിപ്പോയിരുന്നു. ഞാൻ ആ സ്ഥാനത്ത് പോയി മലകളിൽ നിന്നും കുന്നുകളിൽ നിന്നും മരുഭൂമിയിൽ നിന്നും ചിതറിപ്പോയ ആട്ടിൻകൂട്ടത്തെ ഞാൻ വിളിച്ചു വരുത്തും. ഞാൻ ചിതറിപ്പോയ കാറും കറുപ്പുമുള്ള ദിവസങ്ങളിൽ ചിതറിപ്പോയ ആടുകളെ ഞാൻ മടക്കി വരുത്തിയിട്ട് അവരുടെ ഇടയനായി ഞാൻ അവരെ നയിക്കും എന്ന് ഈ ഭാഗത്ത് പറഞ്ഞവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇടയന്മാർക്കെതിരാണ്. ഞാൻ ഏൽപ്പിച്ച ഇടയന്മാർ വിശ്വസ്തയോടെ ചെയ്യാത്തത് കൊണ്ട് ഞാൻ അവർക്ക് എതിരാണ്. അവിശ്വസ്തരും ഭക്തികെട്ടവരുമായ ഇടയന്മാരോട് കണക്ക് ചോദിക്കുമെന്ന് ദൈവം വളരെ ഉറപ്പ് നൽകുകയാണ്. ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടെത്തും. ഇടയന്മാർ ചെയ്യാത്ത പ്രവൃത്തി ഞാൻ ഇടയൻ്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യും എന്ന് ദൈവം വാഗ്ദാനം കൊടുക്കുകയാണ്. നാം അറിയാം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ പറയപ്പെട്ട നിവർത്തിക്കപ്പെടുന്നതായി കാണുന്നുണ്ട്. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ 2-3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു, ഞാൻ ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് ഞാൻ വന്നതാണ്. ഇടയിലില്ലാത്ത ആടുകളെ കണ്ടപ്പോൾ, പുരുഷാരത്തെ കണ്ടുപോകുമ്പോൾ മനസ്സലിഞ്ഞു അവരെ ഉപദേശിക്കാൻ തുടങ്ങി. അവരുടെ രോഗികളായിരിക്കുന്നവരെ സൗഖ്യമാക്കാൻ തുടങ്ങി. ബലഹീനരെ താങ്ങുവാൻ തുടങ്ങി. ഈ നിലയിലേക്ക് പ്രവർത്തിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ ന്യായവിധി ഇടയന്മാരുടെ മേൽ നീട്ടും എന്ന് വ്യക്തമായി പറയുന്നു. എന്നാൽ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ ദേശങ്ങളിൽ നിന്ന് അവരെ മടക്കി വരുത്തും.
ഞാൻ ദേശങ്ങളിൽ നിന്ന് അവരെ മടക്കി വരുത്തും. മറ്റ് വേദപുസ്തകത്തിന്റെ മറ്റ് ഭാഗങ്ങളും എഗസ്കേലിൻ്റെ മറ്റ് ഭാഗങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ യഹോവയായ ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ യഹോവ ഒരു പുതിയ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടൊരു വാഗ്ദത്തം നൽകുകയാണ്. പ്രവാസത്തിൽ പോയിരിക്കുന്ന ജനത്തെ തിരിച്ചു കൊണ്ടുവരും. ഈ വാഗ്ദാനങ്ങൾ ഭാഗികമായി നിവർത്തിക്കപ്പെടും. പക്ഷേ അതിന് പൂർണ്ണവും വ്യക്തവുമായ ഒരു നിവൃത്തിക്കായി കാത്തിരിക്കുന്നുണ്ട്. ഞാൻ അവരെ സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. ഞാൻ മുൻപ് ഓർപ്പിച്ചതുപോലെ ആ ഭാഗങ്ങളിൽ എടുത്തെടുത്ത് പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതിൻ്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ മലകളിലും ദേശത്തെ സകല വാസസ്ഥലങ്ങളിൽ മേൽ മേയ്ക്കും, നല്ല മേച്ചിൽപ്പുറത്ത് ഞാൻ അവരെ മേയ്ക്കും. ഇസ്രായേലിൻ്റെ ഉയർന്ന മലകൾ അവർക്ക് കിടപ്പിടമായിരിക്കും. അവിടെ അവ നല്ല കിടപ്പിടത്ത് കിടക്കുകയും ഇസ്രായേൽ മലമുകളിലെ പുഷ്ടിയുള്ള മേച്ചിൽപ്പുറത്ത് മേയുകയും ചെയ്യും. ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കുകയും കെടുത്തുകയും ചെയ്യും എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇത് ഇസ്രായേലിൻ്റെ പുനഃസ്ഥാപനത്തെക്കുറിച്ചുള്ളൊരു വാഗ്ദത്തമാണ്. ഇനി അങ്ങോട്ട് അതാണ് പറയാൻ പോകുന്നത്. ഇസ്രായേലിൻ്റെ പുനഃസ്ഥാപനം, പുനർനിർമ്മാണം, റെസ്റ്റോറേഷൻ എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഇതിനകത്ത് ഈ പറയപ്പെട്ട വാക്യത്തിന് 2 കോണ്ടസ്റ്റുകളുണ്ട്. ചില ഭാഗത്ത് 3 കോണ്ടസ്റ്റ് ഉണ്ട്. ആദ്യത്തെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഇസ്രായേൽ ജനം ബാബിലോൺകാരാൽ വന്ന് നശിപ്പിച്ച് അവിടുന്ന് ജനം ഒരുപാട് പേര് കൊല്ലപ്പെട്ടു, വിവിധ ഇടങ്ങളിൽ പരദേശികളായി പ്രവാസികളായിപ്പോയി. അവർ 70 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദത്തപ്രകാരം അവരെ തിരിച്ചു കൊണ്ടുവന്നു. അവിടെ പ്രവാസത്തിലേക്ക് പോയവരിൽ ചിലരെയും പോയവരുടെ സന്താനങ്ങളെയും തിരികെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ തിരികെ കൊണ്ടുവന്നു. ആലയം പണി പൂർത്തീകരിച്ച്, മതിലുകളുടെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ അകത്ത് അവർ വാസസ്ഥലമായി മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അതങ്ങനെ മുൻപോയി. അത് 1-ാമത്തെ കോണ്ടസ്റ്റ്. എന്നാൽ നമ്മൾ പിന്നീട് പഠിക്കുമ്പോൾ AD 70 ആയപ്പോഴേക്കും റോമൻ സാമ്രാജ്യത്തിന് ശക്തി കീഴിൽ വന്നപ്പോൾ AD 70 ഇസ്രായേൽ ജനം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ചിതറപ്പെട്ടു പോയി. ആ ചിതറപ്പെട്ടു പോയ ജനത്തോടുള്ള ഒരു വാഗ്ദത്തമായും ഇതിനെ പണ്ഡിതന്മാർ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവന്ന് അവരെ പുനഃസ്ഥാപിക്കും എന്നൊരു ദൈവിക വാഗ്ദത്തമാണ്. ഇസ്രായേൽ ദേശത്ത് യഹൂദന്മാരുടെ ഒരു ചെറിയ ശേഷിപ്പ് സാന്നിധ്യം ഉണ്ടെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് 1800 AD 1800 ഈ സയണിസ്റ്റ് പ്രസ്ഥാനം ഉടലെടുക്കുകയുണ്ടായി. ഈ സയോണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു ജൂവിഷ് നാഷണലിസ്റ്റ് മൂവ്മെൻ്റ് ആണ്. യഹൂദന്മാരുടെ ദേശീയ പ്രസ്ഥാനമാണ് ഈ സിയോണിസ്റ്റ് എന്ന് പറയുന്ന മൂവ്മെൻറ്റ്. അത് 19th സെഞ്ച്വറിയിലാണ് ഉള്ളെടുത്തത്. 1800 അവർ ചെയ്യുന്നത് ജൂവിഷ് യഹൂദന്മാരുടെ രാജ്യം സ്ഥാപിക്കുവാൻ വേണ്ട സപ്പോർട്ട് കൊടുക്കുകയാണ്. അതിനു വേണ്ടി തുടങ്ങിയതാണിത്. എന്നാൽ ആ പ്രസ്ഥാനം ഇത് വളരെ ശ്രദ്ധേയവും വളരെ പ്രാധാന്യത അർഹിക്കുന്നതുമായ ഒരു പ്രസ്ഥാനമായിരുന്നു അത്. നമുക്കറിയാം, ഈ പ്രവചനം അപ്രകാരം നിവർത്തിക്കപ്പെട്ടത് 1948 ഇസ്രായേൽ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രമായി രൂപീകരിക്കപ്പെട്ടു.
AD 70 അവർ മടങ്ങി വന്നെങ്കിലും മറ്റ് സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു. എന്നാൽ 1940 കഴിഞ്ഞപ്പോഴേക്കും സ്വന്തം രാജ്യം നഷ്ടപ്പെട്ടു, ആലയം നഷ്ടപ്പെട്ടു, പുരോഹിതന്മാർ നഷ്ടപ്പെട്ടു, രാജാവ് നഷ്ടപ്പെട്ടു. ഒന്നുമില്ലാത്തവരായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറപ്പെട്ടു പോയി. എന്നാൽ 1948 അവർ ഇസ്രായേൽ രാഷ്ട്രം അവർക്ക് സ്ഥാപിക്കപ്പെട്ട് കിട്ടുകയാണ്. ഇവിടെ പറഞ്ഞ ആ വാഗ്ദത്തം 1948 മുതൽ ഇന്നു വരെയുള്ള കാലഘട്ടങ്ങളിൽ അതൊന്നൊന്നായി നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പൂർത്തീകരണത്തിന് പ്രധാനമാകുന്ന ഒരു നാഴികക്കല്ലാണത്. ഇന്നും അത് പൂർത്തീകരിക്കപ്പെടാനുണ്ട്. ഇസ്രായേൽ രാഷ്ട്രം പൂർത്തീകരിച്ചാലും അവരുടെ പിതാവായ അബ്രഹാമിനോടും യാക്കോബിനോടും ദൈവം വാഗ്ദത്തം ചെയ്ത, അല്ലെങ്കിൽ AD 70 മുൻപ് അവർ താമസിച്ചിരുന്ന ഏറിയ ഫുള്ളായിട്ടും അവർക്ക് കിട്ടിയിട്ടില്ല. ഇന്നും അത് മറ്റ് പല രാജ്യങ്ങളുടെ കീഴിലാണ്. അവരെ ആലയം സ്ഥാപിക്കേണ്ട സ്ഥലത്ത് ഇന്ന് ഹോമറിൻ്റെ ഒരു ആലയമുണ്ട്. ആ സ്ഥാനത്താണ് യെരുശലേം ദേവാലയം പണിതിരുന്നത്. ആ സ്ഥാനത്ത് അവർക്ക് ആലയം പണിയണം. അതിനു വേണ്ടിയുള്ള യുദ്ധങ്ങളാണ് ഇന്ന് ഇസ്രായേലിന് ചുറ്റും നടക്കുന്ന യുദ്ധങ്ങളെല്ലാം. അവരുടെ നഷ്ടപ്പെട്ടു പോയ അതിരുകൾ, ആ സ്ഥലം ഞങ്ങൾക്ക് തിരികെ കിട്ടണം. ഇതിന് ചരിത്രം അറിയാത്ത ആളുകൾ പലപ്പോഴും ഇസ്രായേലിനോട് തെറ്റായ നില വ്യാഖ്യാനിക്കുന്നത് കണ്ട്. ചരിത്രം ഇതാണ്. AD 70 മുതൽ അതിന് മുൻപ് വരെ അവർ തലമുറയെ പാർത്തിരുന്ന സ്ഥലങ്ങൾ 1948 തിരികെ കിട്ടിയപ്പോൾ അത് മൊത്തം പ്രദേശം കിട്ടിയിട്ടില്ല. അവർ ഏറ്റവും പ്രധാനപ്പെട്ട യെരുശലേം ദേവാലയം വരുന്ന സ്ഥലം കിട്ടിയിട്ടില്ല. അതെല്ലാം തിരികെ കെട്ടുവാൻ വേണ്ടിയുള്ള ഒരു പ്രയത്നത്തിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം. അതിൻ്റെ പേരിലാണ് ഇന്ന് യുദ്ധങ്ങളും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ വായിച്ചു വരുമ്പോൾ ഇസ്രായേലിലെ ഉയർന്ന മലകൾ അവയ്ക്ക് കിടപ്പിടമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. 1948 ശേഷം ലോകത്തെവിടെല്ലാം ചിതറപ്പെട്ടു പോയ ആ യഹൂദന്മാരെല്ലാം തിരികെ കൊണ്ടുവരുവാൻ വേണ്ടി പദ്ധതിയിട്ടു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള യഹൂദന്മാരെല്ലാം തിരികെ യെരുശലേമിലേക്ക് വന്നു, അഥവാ യഹൂദ എന്ന് പറയുന്ന രാജ്യത്തേക്ക് വന്നു. ചില രാജ്യങ്ങളിൽ തടയപ്പെട്ട് വെച്ചിരുന്ന യഹൂദന്മാരെ രാത്രിക്ക് രാത്രി ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് അവരെ സ്വന്തം രാജ്യത്ത് കൊണ്ടെത്തിച്ചു. അങ്ങനെ വന്നപ്പോൾ ധാരാളം ആളുകൾ വിവിധ ഇടങ്ങളിൽ പോയി തിരികെ വന്നപ്പോൾ അവർക്കെല്ലാം താമസിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഇവർ കുന്നുകളെല്ലാം റെഡിയാക്കി താമസിക്കുന്ന സ്ഥലങ്ങളാക്കി മാറ്റി റെസിഡൻഷ്യൽ ഏരിയയായും നല്ല നല്ല ടൗൺഷിപ്പുകളായും അതെല്ലാം മാറ്റി. ഇന്നും അവർ കിട്ടാനുള്ള സ്ഥലമുണ്ട്, അത് കിട്ടണം. അവരെ ആളുകൾ തിരികെ വന്നിട്ടും വേണ്ടത് താമസിക്കാൻ സ്ഥലമില്ല, ഭാരപ്പെടുന്നവരുണ്ട്. അങ്ങനെയാണ് അവർ ഒലിവുമലയിൽ കെട്ടിടങ്ങൾ പണിയാമെന്ന് ചിന്തിച്ചു പോയി. അവിടെ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ഒലിവുമല ഏത് സമയം പൊട്ടും എന്ന് ശാസ്ത്രീയ കണ്ടുപിടിച്ചത്. അങ്ങനെ പദ്ധതി ഉപേക്ഷിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. നമ്മുടെ സക്കറിയാ പ്രവചനം പഠിച്ചപ്പോൾ കണ്ടു, അന്നാളിൽ യേശുവിൻ്റെ കാല് ഒലിവുമലയിൽ തൻ്റെ പാദം ചവിട്ടുകയും ഒലിവുമല രണ്ടായി പിളർക്കുകയും ചെയ്യുന്ന നമ്മൾ പഠിച്ചു. അത് നിവർത്തിക്കപ്പെടുവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കുന്നുകൾ എന്നിവിടെ പറയപ്പെടുന്ന കുന്നുകൾ
ഉയർന്ന മലകൾ അവയ്ക്ക് കിടപ്പിടമായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സ്ഥലങ്ങളെല്ലാം അവർ ഒരുക്കി ജനത്തിന് നിവാസയോഗ്യമാക്കി അവർക്ക് തീർത്തിരിക്കുകയാണ്. ഇതാണ് ഈ ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് 17-ാമത്തെ വാക്യം മുതൽ 22-ാമത്തെ വാക്യം വരെ ഒന്ന് വായിക്കാം. ചാപ്റ്റർ 34 വേഴ്സസ് 17 to 22. ശേഷം ചവിട്ടികളെ ഓക്കെ, നെറ്റിൻ്റെ അല്പം പ്രോബ്ലം ഉണ്ട്, എങ്കിലും വായിച്ചവരുടെ സന്തോഷം. അവിടെ വായിക്കുന്നു, എൻ്റെ ആട്ടിൻകൂട്ടമേ. ഇനി ആട്ടിൻകൂട്ടത്തോടുള്ള ബന്ധത്തിൽ പറയാൻ വേണ്ടി പോവുകയാണ്. ഈ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 16-ാമത്തെ വാക്യം വരെ ഇസ്രായേലിലെ അവിശ്വസ്തരായ ഇടയന്മാർക്ക് കഠിനമാകുന്ന നില ശാസന നൽകി. ഇപ്പോൾ ദൈവം ആട്ടിൻകൂട്ടത്തോട് സംസാരിക്കാൻ പോവാണ്. ആട്ടിൻകൂട്ടത്തോട് സംസാരിക്കുമ്പോൾ ഇടയന്മാരുടെ പാപങ്ങൾ ആട്ടിൻകൂട്ടത്തിൻ്റെ പാപവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നില്ല. നമ്മൾ മുമ്പോട്ട് പഠിക്കുമ്പോൾ ഇടയന്മാരും പാപം ചെയ്തിട്ടുണ്ട്, ആടുകളും പാപം ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് നമ്മൾ വരുന്നത്, അത് വിശദീകരിച്ച് പറയാം. ഈ 1 മുതൽ 16 വാക്യങ്ങൾ അവിശ്വസ്തരായ ഇടയന്മാരുള്ള ബന്ധത്തിൽ പറഞ്ഞ് അവർക്ക് താക്കീത് കൊടുക്കുമ്പോൾ, തുടർന്നുള്ള വാക്യങ്ങളിൽ ആടുകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ നിന്നും ആടുകൾ തെറ്റി ഒഴിഞ്ഞു. അതുകൊണ്ട് അവരുടെ പാപങ്ങൾ ഒരിക്കലും ഒഴിവായി അഥവാ മാറ്റിവെക്കുന്നില്ല. അവരെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് ദൈവത്തോട് അവരുടേതായിരിക്കുന്ന ഉത്തരവാദിത്വം ഉള്ളപ്പോൾ അവർ അത് ചെയ്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവാസത്തിലുള്ള തൻ്റെ ജനത്തെ ദൈവം പരിപാലിക്കുമെന്ന് ദൈവം പറയുന്നുണ്ട്. ഇസ്രായേൽ എന്ന രാജ്യത്തേക്ക് അവരെ തിരികെ കൊണ്ടുവരുമെന്ന് യഹോവയെ ദൈവം പ്രഖ്യാപിക്കുന്നു. യഹോവ വീണ്ടും ഇസ്രായേൽ ജനത്തെ ശക്തമായ ഒരു രാഷ്ട്രമാക്കുമെന്നും പ്രവചിച്ചു. തുടർന്ന് ജനത്തിന് ഭക്ഷിപ്പാൻ ദേശം നല്ല വിളവ് നൽകും, ജനങ്ങൾ ദേശത്തെ കൃഷി ചെയ്യും, മൃഗങ്ങളെ വളർത്തും, യഹോവ തൻ്റെ ജനത്തെ ഭരിക്കും, അവർ തൻ്റെ ദൈവത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളും ദൈവം നീതിമാനായിരിക്കുമെന്ന് എടുത്തു പറയുന്നുണ്ട്. നമ്മൾ അതിൻ്റെ തൊട്ട് മുമ്പിൽ കണ്ട്, കൊഴുത്തതിനെയും ബലമുള്ളതിനെയും ഞാൻ നശിപ്പിക്കും, ന്യായവിധിയോടെ അവരെ മേയ്ക്കുമെന്ന് പറയുന്നുണ്ട്. ആടുകളിൽ അഹങ്കാരികളായവരെ, തടിച്ചതും കൊഴുത്തതുമായ ശക്തിയുള്ളവരായിരുന്നു. ഇത് യഹോവയാൽ പോഷിപ്പിക്കപ്പെടാത്തവരെ ന്യായം വിധിക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. തുടർന്ന വാക്യങ്ങൾ നമ്മൾ വിധിക്കുമ്പോൾ, ദൈവജനത്തിൻ്റെ ഇടയിലുള്ള ന്യായവിധിയുടെ
ഒരു ശുദ്ധീകരണം കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നത്. ആ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. നിങ്ങളോ എന്റെ ആടുകളെ, കേൾക്കാമോ പാസ്റ്റേ? കേക്കാം. നിങ്ങളോ എന്റെ ആടുകളെ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആടിനും മധ്യേയും ആട്ടുകൊറ്റന്മാർക്കും കോലാട്ടുകൊറ്റന്മാർക്കും മധ്യേയും ന്യായം വിധിക്കും. ഓക്കെ, ഇവിടെ പറഞ്ഞ ആടുകൾക്കും തമ്മിലും ചെമ്മരി ആടുകൾക്കും കോലാടുകൾക്കും തമ്മിൽ ന്യായം വിധിക്കുമെന്നോട് പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞ അർത്ഥം? നമ്മൾ ആ പദത്തിലേക്ക് പോവുകയാണ്. എന്ന് പറയാ എല്ലാ ആടുകളും ഒരുപോലെയല്ല എന്ന് ദൈവം മനസ്സിലാക്കുന്നു. അത്തരം വ്യത്യാസങ്ങൾ വരുത്താനുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഒരു ഇടയൻ പീഡിപ്പിക്കുന്ന ആടുകളെ പരിഗണിക്കുമ്പോൾ മറ്റൊരാടിൻ്റെ ഉത്തരവാദിത്തമില്ലായ്മയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഇടയന്മാർ ഒരു കോണിൽ കൂടെ ആടുകളെ പീഡിപ്പിക്കുമ്പോൾ ദൈവർക്ക് സംരക്ഷണം നൽകുമ്പോൾ ആ ആടുകൾക്ക് ചില ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം മനസ്സിലാക്കാതെ ആടുകൾ തങ്ങളുടെ ഉത്തരവാദിത്വം മാറി നിൽക്കുന്നു. ഈ വ്യത്യാസം മനസ്സിലാക്കിയിട്ടാണ് ദൈവം അവയെ പൂർണ്ണമായും സൃഷ്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരോട് ന്യായവിധി നടത്തുമെന്ന് പറയുന്നത്. ഇവിടെ ആ 17-ാമത്തെ വാക്യം തന്നെ വായിക്കുമ്പോൾ ആ 18-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ നല്ല മേച്ചിൽ മേഞ്ഞിട്ട് മേച്ചിലിന് ശേഷിപ്പിനെ കാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞതും തെളിഞ്ഞ വെള്ളം കുടിച്ചിട്ട് ശേഷിപ്പുള്ളതിനെ കാലുകൊണ്ട് കലക്കി കളഞ്ഞതും നിങ്ങൾക്ക് പോരായോ? ഇവിടെ ഒരല്പം ചിന്തിക്കേണ്ട ഭാഗമാണ്. ഇവിടെ പറയുന്ന ഒരു കൂട്ടം ആടുകൾ, ഇടയന്മാരാൽ പീഡിപ്പിക്കപ്പെട്ട ആടുകൾ, ദൈവം അവർക്ക് സംരക്ഷണം കൊടുത്തു, ദൈവം അവർക്ക് സേഫ്റ്റി കൊടുത്തു, സെക്യൂരിറ്റി കൊടുത്തു, അവർക്ക് ഭക്ഷിപ്പാൻ ആവശ്യമായ പുൽമേടുകൾ, വെള്ളമൊക്കെ കൊടുത്തു. എന്നാൽ ഈ മേച്ചിൽപ്പുറം കണ്ടു കഴിഞ്ഞപ്പോൾ ഇതുങ്ങൾക്ക് അഹങ്കാരം കൂടിയിട്ട് ഈ മേച്ചിൽപ്പുറം എൻ്റേതാണ് എന്നൊരു ചിന്താഗതി ഹൃദയത്തിൻ്റെ അകത്ത് വരികയും, നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഒരു വിമത ഗ്രൂപ്പ് ഇതിനകത്തുണ്ടായി. ഇത് ഞങ്ങൾക്കുള്ളതാണ്, ഇതിനകത്ത് ആരും ഇനി മേയാൻ വരണ്ട, ദൈവം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച് തന്നതാണ്. അപ്പൊ അങ്ങനെ വിമതരായ ഒരു ഗ്രൂപ്പ് ആളുകൾ ഈ പുൽമേടുകൾ കിട്ടിയ സാഹചര്യം കൊള്ളയടിച്ചു. അപ്പൊ ഇടയന്മാർ മാത്രമല്ല, ചില ആടുകൾക്ക് മറ്റു ആടുകളോട് പരിഗണനയില്ല, സ്നേഹമില്ല, ദയയില്ല. നോക്കണം, ഒരു സൈഡിൽ ഇടയന്മാർ അവരെ പീഡിപ്പിക്കുന്നു, യഹോവയായ ദൈവം അത് കാണുന്നു, ദൈവമായ കർത്താവ് ഇടയനായി രംഗത്ത് വരുന്നു. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ അവർക്ക് മേയാ സ്ഥലം കൊടുത്തപ്പോൾ ഒരു ഗ്രൂപ്പ് ആളുകൾ വിമതരായി മാറിയിട്ട് ഇത് ഞങ്ങളുടേതാണ്, ഇതിൻ്റെ അകത്ത് ഇനി ആരും മേയണ്ട എന്ന് പറഞ്ഞിട്ട് അവർ ആവശ്യത്തിന് വയറ് നിറച്ച് പുല്ല് തിന്നിട്ട് ബാക്കിയുള്ള പുല്ലുകൾ ചവിട്ടി മെതിച്ച് കളഞ്ഞു എന്നാണ് ഇവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ മേച്ചിൽപ്പുറങ്ങൾ തങ്ങളുടേതാണെന്ന മട്ടിൽ ചിന്തിക്കുന്ന ആടുകൾ, ആ നിലയിൽ കരുതുന്ന ആടുകൾ, ആട്ടിൻ കൂട്ടത്തിന് നാശം വരുത്തുന്ന ഒരു ഗ്രൂപ്പാണത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞത് ആടുകൾക്കും തമ്മിൽ ന്യായം വിധിക്കുന്നത് പറയാൻ കാരണം അതാ. ഒന്ന്,
ദൈവം അവർക്ക് സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഫുഡും ഒക്കെ കൊടുത്തൊരു മേച്ചിൽപ്പുറത്തേക്ക് വിട്ടപ്പോൾ, വെള്ളം കുടിക്കാനുള്ള ക്രമീകരണത്തിലേക്ക് വിട്ടപ്പോൾ, ഇതിനി ആരും തിന്നണ്ട, ഇത് ഞങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് അവർ വയറ് നിറച്ച് കഴിച്ചിട്ട് ബാക്കിയുള്ളത് ചവിട്ടി മെതിക്കുകയാണ്. വെള്ളം കുടിക്കാൻ നല്ല ശുദ്ധമായ വെള്ളം കിട്ടിയപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം കുടിച്ചിട്ട് ബാക്കിയുള്ള വെള്ളം കലക്കി വിടുകയാണ്. എത്ര പരിതാപകരമായൊരവസ്ഥയാണ്. ഈ തെറ്റ് വരുത്തിയ ആടുകൾക്കെതിരെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവ സ്വന്തം നല്ല മേച്ചിൽപ്പുറങ്ങൾ തിന്നു എന്നുള്ളതല്ല തെറ്റ്. അവർ വയറ് നിറച്ച് പുല്ല് തിന്നതോ വെള്ളം കുടിച്ചതോ അല്ല തെറ്റ്. അവർക്ക് ദൈവം കൊടുത്ത പുൽപ്പുറങ്ങളെ ഉപയോഗിച്ചതല്ല തെറ്റ്. ആവശ്യത്തിന് ഭക്ഷണം അവർക്കുണ്ട്, അതവിടെ സൂചിപ്പിക്കുന്നത്. ആവശ്യത്തിന് കൊടുത്തു. അതാണല്ലോ 23-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെ കിടത്തുന്നു പറയുമ്പോൾ നല്ല ഇടയനായ കർത്താവ് ആടുകൾക്ക് കൊടുക്കുന്ന ഫുഡെന്ന് പറയുന്നത് വയർ നിറച്ച് കഴിക്കത്തക്ക നിലയിലാണ്. അവനൊരെപ്പോഴും തൃപ്തരായിരിക്കണം. ആടുകളുടെ സ്വഭാവം നമുക്കറിയാം. ആടുകൾ ഒരിക്കലും തൃപ്തരല്ല. ആടുകളെ ഒരു പുല്ലുള്ള മേടയിൽ കൊണ്ട് വിട്ടാൽ അതിങ്ങനെ കടിച്ച് 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 ഇങ്ങനെ പോവുകയല്ലാതെ ഒരിക്കലും ആടുകൾ കിടന്ന് വിശ്രമിക്കാറില്ല. ആടുകൾ കിടന്ന് വിശ്രമിക്കണമെങ്കിൽ അതിന് വയറ് നിറയണം. അങ്ങനെയെങ്കിൽ ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആവശ്യത്തിന് ഫുഡുണ്ട്. ആ ഭക്ഷണം കഴിച്ചു. ആ തിന്ന ശേഷം ആ മേച്ചിൽപ്പുറം ചവിട്ടി മെതിക്കുക. ഇത് കാണിക്കുന്ന രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഭാവിയിലേക്ക് ഇതിൻ്റെ അകത്ത് ഇനി ആരും വരല്ലേ, ഇത് ഞങ്ങളുടെ അവകാശത്തിൽപ്പെട്ടതാണ്, ഇതിൻ്റെ അകത്ത് ഇനി ആരും വരരുത്, ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞാൽ ഒരു നാരോ മൈൻഡഡ് ആയിരിക്കുന്ന ജനങ്ങൾ, അതാണ് കറുത്ത് ഇടുങ്ങിയ ചിന്താഗതിക്കാർ. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾക്കേ ആകാവൂ, ഞങ്ങൾക്കേ ഇതൊക്കെ വരാവൂ, വേറെ ആരും ഇത് അനുഭവിക്കല്ലേ, വേറെ ആർക്കും ഇത് കിട്ടല്ലേ. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ധാരാളമായിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് കൂടി പാടുന്നു, പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞാലും, പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞാലും, ഈ നന്മയുടെ വഴികൾ, ഭൗതിക നന്മയോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഇതൊക്കെ മറക്കും. നമ്മളും വയർ നിറച്ച് അതിൽ നിന്ന് എത്രമാത്രം എക്സ്പ്ലോയിറ്റ് ചെയ്യാമോ, എത്രമാത്രം അതിൽ ശേഖരിക്കാമോ, അതോ അത്രമാത്രം ശേഖരിച്ചിട്ട് ഇനി അത് ആർക്കും ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിൽ ചവിട്ടി മെതിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇത് ഭാവിയിലേക്ക് കാണിക്കുന്ന ഒരു നശീകരണ പ്രവർത്തനത്തെയാണ് കാണിക്കുന്നത്. ഇനി നാളെ ആയാലും ഇതിൻ്റെ അകത്ത് ആരും ഒന്ന് തിന്നരുത്. അവർക്കെതിരായ കുറ്റം അതാണ്. അവർ സ്വന്തം മേച്ചിൽപ്പുറങ്ങൾ പരിപാലിക്കാതെ അതിനെ ചവിട്ടി മെതിച്ച് കളഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ധനികരോ ശക്തരോ ആയിരിക്കുന്ന ആളുകൾ തങ്ങളുടെ സാഹചര്യം ഉപയോഗിച്ച് കൂടുതൽ ധനികരാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മറ്റുള്ളവരെ കുറിച്ച് അവർക്ക് യാതൊരു വിധമാകുന്ന കെയറും ശ്രദ്ധയോ ഒന്നുമില്ല. അവർക്ക് ദുർബലരോടൊന്നോ ദരിദ്രരോടൊന്നോ ഒരു കമ്പാഷനുമേ അവർക്കില്ല. അവർ ക്രൂരത കാണിക്കുകയാണ്. അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ തെളിഞ്ഞ വെള്ളം കണ്ടിട്ട് കുടിച്ചതിന് ശേഷം ഇവിടെ വായിക്കുന്ന കാല് കൊണ്ട് കലക്കിക്കളയുന്നു എന്നാണ് വായിക്കുന്നത്. മറ്റാടുകളുടെ മേച്ചിൽപ്പുറങ്ങൾ നശിപ്പിക്കുക മാത്രമല്ല, തെളിഞ്ഞ വെള്ളം കൂടെ അവർ കുടിച്ചതിന് ശേഷം മലിനമാക്കി. അതിനർത്ഥം വീണ്ടും അവർ തെളിഞ്ഞ വെള്ളത്തെ തങ്ങളുടേതാണെന്ന് കരുതി അതിൻ്റെ അകത്ത് ഇനി മറ്റാടുകൾ വന്ന് വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞ് അതിനെ മലിനമാക്കി.
നമുക്കിതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുത, ആടുകൾക്കും തമ്മിൽ ന്യായവിധി എന്ന് പറയാൻ കാരണം, അഥവാ ചെമ്മരി ആടുകൾക്ക് കോലാടുകൾക്കും തമ്മിൽ ന്യായവിധി എന്ന് പറയാൻ കാരണം, തങ്ങൾക്ക് ലഭിച്ച പുൽപ്പുറങ്ങൾ തിന്നതിന് ശേഷം ചവിട്ടി മെതിച്ചു കളഞ്ഞു. തങ്ങൾക്ക് കിട്ടിയ നല്ല തെളിഞ്ഞ വെള്ളം കുടിച്ചതിന് ശേഷം അത് കലക്കിക്കളഞ്ഞു. ഇനി അതിനകത്ത് ആരും തിന്നരുത്, ഇനി അതിനാരും കുടിക്കരുത്. ഇത് മനുഷ്യനിലേക്ക് നമ്മൾ ഒരു ആലങ്കാരികമായിട്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്ന, ആടുകൾ എന്ന് പറഞ്ഞ പദം. ഇത് അക്ഷരാർത്ഥത്തിൽ ഇസ്രായേൽ ജനത്തെയാണ് കാണിക്കുന്നത്. ഇത് സ്വാർത്ഥതയെ കാണിക്കുന്നു, സ്വയത്വത്തെ കാണിക്കുന്നു, തങ്ങൾക്ക് മാത്രം എന്ന ചിന്താഗതി. മറ്റാരും ഇതിൽ നിന്ന് അനുഭവിക്കരുതേ. നന്മ ചെയ്യുവാൻ അവർക്ക് അവസരം ലഭിച്ചിട്ടും ആ നന്മ അവർക്ക് മാക്സിമം അവർ അത് യൂട്ടിലൈസ് ചെയ്തിട്ട് മീതിയുള്ളത് ആർക്കും ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിൽ അത് നശിപ്പിച്ച് കളയുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ അത് പാപമത്രേ. അത് പാപമാ. നന്മ ചെയ്യുവാൻ നിന്റെ മുമ്പിൽ അവസരം നിനക്ക് ലഭിച്ചപ്പോൾ നീ അത് ചെയ്യുന്നില്ല എങ്കിൽ അത് പാപമാണ്. ഇവിടെ ദൈവം അവർക്ക് കൊടുത്ത ആ പുൽമേടുകൾ തിന്നു തീർന്ന ശേഷം ചിന്തിക്കണം, എനിക്ക് പിന്നാലെ ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട്. ബലഹീനരായിരിക്കും കുറേ ആടുകൾ, പീഡിപ്പിക്കാൻ ചിലപ്പെട്ട ചില ആടുകൾ. അവർ വരുന്ന, അവർക്കും തിന്നണം ഇതിന്ന്, അവർക്കും കുടിക്കണം ഇത് എന്ന ചിന്താഗതിയില്ലാതെ സ്വാർത്ഥ താല്പര്യമുള്ളവരായി തീർന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത് തന്നെയാണ് ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിൽ കാണാൻ കഴിയുന്നത്. ഞാൻ ഉപയോഗിച്ച ശേഷം ആരിനി ഉപയോഗിക്കേണ്ട, എനിക്ക് ലഭിച്ച ശേഷം ഇനി ആർക്കും അതിൽ കിട്ടരുതേ. ഇത് വാസ്തവത്തിൽ ദൈവവചന വിരുദ്ധമാണ്. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ, 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ചില ആ ശമര്യയുടെ പടിവാതികൾ കിടക്കുന്ന ചില കുഷ്ഠരോഗികളെ കാണാൻ കഴിയുന്നുണ്ട്. ആ കുഷ്ഠരോഗികൾ പരസ്പരം പറയുന്നുണ്ട്, നാം ഇവിടെ കിടന്നാലും ചത്തുപോകും, നമ്മൾ പട്ടണത്തിനകത്ത് പോയാലും ചത്തുപോകും, നമ്മളെ അവർ കൊല്ലും, നമ്മൾ കുഷ്ഠരോഗികളാണ്. അതുകൊണ്ട് ഇവിടെ കിടന്ന് പട്ടിണി കൊണ്ട് മരിക്കാതിരിക്കുവാൻ നമുക്ക് നേരെ പട്ടണത്തിനകത്തേക്ക് പോകാം. ആ ഭാഗം ഒന്ന് വായിച്ച് 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. പട്ടണത്തിൽ ചെല്ലുക എന്ന് വന്നാൽ പട്ടണത്തിൽ ക്ഷാമമായിരിക്കുന്ന കൊണ്ട് നാം അവിടെ വെച്ച് മരിക്കും, ഇവിടെ പാർത്താലും മരിക്കും. അതുകൊണ്ട് വരിക, നമുക്ക് ആരാമ്യ പാളയത്തിൽ പോകാം, അവർ നമ്മെ ജീവനോടെ വെച്ചാൽ നാം ജീവിച്ചിരിക്കും, അവർ നമ്മെ കൊന്നാൽ നാം മരിക്കുകയേ ഉള്ളൂ. നോക്കണം, അവർ ചിന്താഗതിയാണത്. എന്നിട്ട് അവരവിടെ നിന്ന് പുറപ്പെടുന്നു. അവർ അരാമ്യ പാളയത്തിലെത്തി. ഇനി അരാമ്യ പാളയത്തിലെത്തിയപ്പോൾ അവിടെ മനോവികത എന്താണെന്നറിയണോ? അതിന് 9-10 വാക്യം വായിച്ചേ, വേഴ്സ് 9 and 10. പിന്നെ അവർ തമ്മിൽ നാം ചെയ്യുന്നത് ശരിയല്ല, ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ, നാമോ മിണ്ടാതിരിക്കുന്നു, നേരം പുലരുമ്പോൾ നാം പുലരുന്നവരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. ആകയാൽ വരുവീൻ, നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്ക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പട്ടണവാതിക്കൽ ചെന്ന് കാവൽക്കാരനെ വിളിച്ചു, ഞങ്ങൾ ആരാമ പാളയത്തിൽ പോയിരുന്നു, അവിടെ ഒരു മനുഷ്യനുമില്ല, ഒരു മനുഷ്യന്റെയും ശബ്ദം കേൾപ്പാനുമില്ല, കുതിരകളുടെയും കഴുതകളുടെയും കെട്ടിയിരിക്കുന്നത് പോലെ നിൽക്കുന്നു. ഓക്കെ, നമ്മുടെ ഭാഗത്ത് കാണാൻ കഴിയുന്നത്, അവർ അവിടെ ചെന്നപ്പോൾ ഇഷ്ടം പോലെ ഫുഡ്, ഇഷ്ടം പോലെ കാര്യങ്ങൾ,
അവിടെ വായിക്കുന്നുണ്ട്, അവർ അതെല്ലാം അവർക്ക് മാക്സിമം എടുക്കാവുന്നതൊക്കെ അവരെടുത്തു. എടുത്തു കഴിഞ്ഞ ശേഷം അവർ പറയുന്നുണ്ട്, അവർ കുഷ്ഠരോഗികളാ, സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരാ, ഒതുക്കപ്പെട്ടവരാ. അവർ ചിന്താഗതി ഈ കാണിക്കുന്നത് ശരിയല്ല, ഇത് സദ്വർത്തമാന ദിനമാണ്. നമ്മൾ ഇവിടുന്ന് ഇഷ്ടം പോലെ തിന്ന് തൃപ്തരായി നമുക്ക് വാരിക്കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ആ ഭാഗത്ത് ഒന്നുമില്ലാതെ കിടക്കുന്ന, പട്ടിണിയിൽ കിടക്കുന്ന ജനമുണ്ട്. അവരുടെ അടുക്കൽ ഈ സദ്വർത്തമാനം കൊണ്ടെത്തിക്കണം എന്ന ഒരു ചിന്താഗതി ഈ കുഷ്ഠരോഗികൾക്കുണ്ടായി. അവർ ചെന്ന് കാവൽക്കാരനെ അറിയിക്കുന്നു. അങ്ങനെയാണ് എലിശ പ്രവാചകൻ അവിടെ പറഞ്ഞതനുസരിച്ച് ശമരിയുടെ പടിവാതിക്കൽ അടുത്ത ദിവസം മുതൽ ഫുഡ് സെർവിങ് ആരംഭിച്ചു. നോക്കണം, ഇവർ വെറും കുഷ്ഠരോഗികളായിരിക്കുന്ന ഹൃദയത്തിൻ്റെ അകത്തുണ്ടായ സ്വാർത്ഥതയില്ലായ്മ. അവർ സ്വാർത്ഥരായിരുന്നു എങ്കിൽ അവർ നിശ്ചയമായും അറിയിക്കാതെ അവർ മാക്സിമം അവർക്ക് അതിൽ നിന്ന് കൊണ്ടുപോകാമായിരുന്നു. അവർ പറഞ്ഞതാണ്, ഇത് ചെയ്തത് ശരിയല്ല, നമുക്ക് പോയി അവരോട് പറയാം എന്ന് പറഞ്ഞ് അവർ അവിടെ പോയി രാജധാനിയിൽ അറിവ് കൊടുക്കുന്നു. ഇതാണ് യഥാർത്ഥമാകുന്ന ഒരു ദൈവം ഇതിനെ സംബന്ധിച്ച്. അവർക്ക് നന്മ ചെയ്യുവാനുള്ള ഒരു മുഖാന്തരം കിട്ടിയപ്പോൾ കുഷ്ഠരോഗികളായാലും ശരി, പട്ടിണി കിടക്കുന്ന ജനത്തെക്കുറിച്ച് ബോധ്യം വന്നിട്ട് രാജധാനിയിൽ പോയി അറിവ് കൊടുക്കുന്നു. ഇതുകൊണ്ട് ഇന്ന് രാത്രികാലം ഈ വചനത്തിലൂടെ ഞാൻ പറയട്ടെ, ദൈവം നമ്മുടെ മുമ്പിൽ ഭൗതികമാകുന്ന നന്മയുടെ വഴികൾ തുറക്കുമ്പോൾ നമ്മൾ സ്വാർത്ഥരാകരുതേ. നമ്മൾ ഒരിക്കലും നാരോ മൈൻഡഡ് ആകല്ലേ. നമ്മൾ സ്വയത്വക്കാരായി മാറല്ലേ. തങ്ങൾക്ക് മാത്രമെന്ന ചിന്താഗതി മാറ്റിവെച്ചിട്ട് എൻ്റെ സമൂഹത്തിൽ, എൻ്റെ ചർച്ചിൽ, എൻ്റെ സൊസൈറ്റിയിൽ ഇതില്ലാതെ ഭാരപ്പെടുന്ന ജനമുണ്ട്, അവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന ഒരു ചിന്താഗതി ഹൃദയത്തിനകത്ത് ഉണ്ടായിട്ട് അത് ചെയ്യുന്ന അനേകം ഭക്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളും അതിൽ പലരും അത് ചെയ്യുന്നവരായിരിക്കാം. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ നല്ല ശതമാനം ആളുകളും സ്വാർത്ഥരായി മാറി. തങ്ങൾക്ക് മാത്രം, നന്മ അവർക്ക് മാത്രം, ദൈവമായുള്ള കൂട്ടായ്മ അവർക്ക് മാത്രം, ഇതെല്ലാം അവർക്ക് മാത്രം എന്ന ചിന്താഗതിയിലേക്ക് മാറിയിരിക്കുമ്പോൾ ആ ജനത്തെ നോക്കി പ്രാർത്ഥിക്കുവാൻ ഈ രാത്രി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ കൈകൾ തുറക്കപ്പെടട്ടെ, നമ്മുടെ മനസ്സുകൾ തുറക്കപ്പെടട്ടെ. നമ്മൾ കെട്ടിവെച്ചിരിക്കുന്നതൊക്കെ തുറന്നു കഴിഞ്ഞാൽ അത് മറ്റ് പലയിടങ്ങളിലേക്ക് ഒഴുകി അനേകരുടെ വിശപ്പ് തീർക്കും, അനേകരുടെ ദാഹം തീർക്കും. അതുകൊണ്ട് സങ്കീർത്തകൻ 23 വാക്യം ഇങ്ങനെ, 23 സംഗതി ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു എന്ന് വായിക്കുന്നു. അത് നിറഞ്ഞു കവിയണം. അത് കവിയുമ്പോൾ മറ്റുള്ളവരിലേക്ക് അത് ഒഴുകി ചെല്ലുന്നു. നമ്മളെ ദൈവം പീഡിപ്പിക്കുന്നവന്മാരുടെ നടുവിൽ നിന്ന് മറ്റ് ഇടയന്മാരാൽ പീഡിപ്പിക്കപ്പെട്ട സ്ഥാനത്ത് ദൈവം തന്നെ സ്വയമേ ഇറങ്ങി വന്നു നമ്മളെ തെരഞ്ഞെടുത്തു. നമുക്ക് മേച്ചിൽപ്പുറങ്ങളും കുടിക്കാനുള്ള വെള്ളങ്ങളൊക്കെ ദൈവം നമുക്ക് തന്നപ്പോൾ നമ്മൾ സ്വാർത്ഥരായി മാറല്ലേ, നമ്മൾ സ്വയത്വമുള്ളവരായി മാറല്ലേ. നമ്മൾ ഞങ്ങൾക്ക് മാത്രം അത് ചിന്താഗതി മാറിയിട്ട് മറ്റുള്ളവർക്കൂടെ ഇത് ഉപയോഗിക്കാൻ കാരണമായി തീരണം എന്നൊരു ചിന്താഗതി നമുക്ക് വരികയും മറ്റുള്ളവർക്ക് കൂടി പ്രയോജനമാകത്തക്ക നിലയിൽ നമ്മുടെ സിസ്റ്റത്തെ നമ്മൾ ആക്കി തീർക്കുകയും ചെയ്യണം എന്ന് ഞാൻ ഭാഗത്ത് നിന്ന് ഓർപ്പിക്കുകയാണ്. ഇനി ഞാൻ 19ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങൾ കാൽ കൊണ്ട് ചവിട്ടിയത് എന്റെ ആടുകൾ തിന്നുകയും നിങ്ങൾ കാൽ കൊണ്ട് കലക്കിയത് അവ കുടിക്കുകയും ചെയ്യണമോ? നോക്കണം, ദൈവം ചോദിക്കുന്നൊരു ചോദ്യമാണിത്. ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ ദുരിതത്തെക്കുറിച്ചാണ് പറയുന്നത്.
ഒരു കൂട്ടം ആടുകൾ ദുരുപയോഗം ചെയ്തതിനാൽ, തെറ്റായി ഉപയോഗിച്ചതിനാൽ മറ്റൊരു കൂട്ടം ജനത്തിനത് ബുദ്ധിമുട്ടായി മാറി. ഒരു കൂട്ടം ജനത്തിന് തങ്ങളുടേതായിരിക്കുന്ന കംഫോർട്ടിന് വേണ്ടി, തങ്ങളുടേതായിരിക്കുന്ന സുഖകരമായ സൗകര്യപ്രദമാകുന്ന നിലയിൽ തങ്ങളത് യൂസ് ചെയ്തതുകൊണ്ട്, ദുരുപയോഗം ചെയ്തതിനാൽ പിന്നീട് വന്ന ആടുകൾക്ക് സുഖകരമായ സുസ്ഥിരമായ ഒരു മേച്ചിൽപ്പുറം അവർക്ക് ലഭിക്കാതെ പോയി. അവിടെ വായിക്കുന്നു, ആ ആട്ടിൻകൂട്ടം കാണിച്ച നിമിത്തം അവർ പിച്ചി ചീന്തി ചവിട്ടി മെതിച്ച ഉണങ്ങിയ പുല്ലാണോ പിന്നീട് വന്ന ആടുകൾ കഴിക്കേണ്ടത്? നിങ്ങൾ കലക്കി അശുദ്ധമാക്കിയ വെള്ളമാണോ പിന്നീട് വന്ന ആടുകൾ കുടിക്കേണ്ടത്? അവർക്ക് കലങ്ങിയ വെള്ളം കുടിക്കേണ്ടി വന്നു. നിലത്ത് വീണ് ചവിട്ടി മെതിച്ചത് ആ ആടുകൾക്ക് തിന്നേണ്ടി വന്നു. എത്ര ശോകമായൊരു അനുഭവമാണിത്. അതുകൊണ്ട് യഹോവ തൻ്റെ ജനത്തിൻ്റെ ന്യായാധിപനായിരിക്കും എന്ന് പറയാണ്. അവൻ നീതി പ്രവർത്തിക്കും, ക്രൂരത കാണിച്ചവരെ അവൻ ശിക്ഷിക്കും, ദരിദ്രർക്കും ദുർബലർക്കും ആവശ്യമായത് യഹോവ നൽകുമെന്ന് ആ വാക്യത്തിൽ എടുത്തു പറയുന്നുണ്ട്. ആട്ടിൻകൂട്ടത്തിൽ തങ്ങൾ മികച്ചവരാണെന്ന് കരുതി ഒരു വിധത്തിൽ സ്വയം പ്രശംസിച്ച് മുൻപോട്ട് പോയ ഈ വിമതരായ ആടുകളെ ദൈവം ന്യായം വിധിക്കുമെന്ന് ദൈവം ഉറപ്പിച്ചു പറയുകയാണ്. തടിച്ച, പക്വതയുള്ള, ആരോഗ്യമുള്ള ആടുകളായി അവർ തങ്ങളെ തന്നെ കരുതി. അവർ തങ്ങളുടെ ഭാരം അവർ ചെയ്ത് നിങ്ങൾ തോളും വശവും ഉപയോഗിച്ച് മറ്റുള്ളവരെ തള്ളി. ദൈവം കൊടുത്ത പുല്ലുകൾ തിന്നിട്ട്, ദൈവം കൊടുത്ത വെള്ളം കുടിച്ചിട്ട് ഇവർ ചെയ്ത പണി എന്ന് ചോദിച്ചാൽ, അവരെ പുല്ല് ചവിട്ടി മെതിച്ചിട്ടു വെള്ളം കലക്കിക്കളഞ്ഞു. അത് മാത്രമല്ല, ആ തോളും വശവും ഉപയോഗിച്ച് അവർ തള്ളി മറ്റുള്ളവരെ. ബലഹീനരായ ആടുകളെ, മുറിവേറ്റ ആടുകളെ, ക്ഷീണിച്ച ആടുകളെ, ഈ കൊഴുത്തു തടിച്ച ആടുകൾ തങ്ങളുടെ തോളും വശവും വെച്ച് അവർ തള്ളി. ആ ദുർബലമായവയെ അവർ ചവിട്ടി യഥാർത്ഥത്തിൽ മറ്റാടുകളെ ദുരുപയോഗം ചെയ്യുകയും മേച്ചിൽ പുറത്തു നിന്നും പുറത്താക്കുകയും ചെയ്തു. അവയെ ചിതറിച്ച് കളഞ്ഞുവെന്ന് ദൈവം അത് മനസ്സിലാക്കുന്നു. പക്വതയും അറിവുമുള്ള വിശ്വാസികളാണെന്ന് സ്വയം കരുതുന്നവർ വലിയ കുഴപ്പങ്ങളാണ് സൃഷ്ടിക്കുന്നത്. യെഹെസ്കേലിന്റെ ചരിത്രത്തിൽ അവർ മറ്റാടുകളുടെ മേച്ചിൽപ്പുറവും വെള്ളവും നശിപ്പിക്കാത്ത ആടുകളെയാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഇവർ വെള്ളം നശിപ്പിക്കുന്ന തടിച്ച ആടുകൾ, ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തിന്, സമാധാനത്തിന് അവർ വരുത്തുന്ന തടസ്സങ്ങൾ മറ്റാടുകളുടെ ഭക്ഷണം നശിപ്പിക്കുകയും അവയെ ചിതറിക്കുകയും ചെയ്യുന്നു. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നാം ഇന്ന് രാത്രി നമ്മൾ ശ്രദ്ധിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന നന്മകൾ, അത് നമ്മൾ ആവശ്യത്തിന് നമുക്കുള്ള ഉപയോഗിക്കുക. മീതിയുള്ളത് അത് ചവിട്ടി മെതിച്ച് കളയാനുള്ളതല്ല, നമ്മുടെ കൂടെ വരുന്ന മറ്റുള്ളവർക്ക് ഉപയോഗത്തിന് കാരണമായി തീരട്ടെ. നമുക്ക് പണവും പ്രതാപവും ഉണ്ടെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് മറ്റുള്ളവരെ തള്ളിയിടുവാൻ ശ്രമിക്കരുത്. നമുക്ക് വിദ്യാഭ്യാസവും പണവും പ്രതാപവും ഉണ്ടെന്ന് പറഞ്ഞ് സാധുക്കളായിരിക്കുന്ന മറ്റ് ദൈവജനത്തെ ഉപദ്രവിക്കുവാനും ചവിട്ടി മെതിക്കുവാനും ശ്രമിക്കരുത്. ഇതെല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. ഈ ദൈവം
നമുക്ക് പ്രതിഫലം തരും. നമ്മൾ മറ്റുള്ളവർ കൂടെ കഴിക്കേണ്ടതായിരിക്കുന്ന നന്മകൾ നമ്മൾ ഉപയോഗിച്ച് ചവിട്ടിമെതിക്കുകയും കലക്കിക്കളയുകയും സാധുക്കളായ ആളുകളെ നമ്മൾ ഉന്തിത്തള്ളിവിട്ട് നിരത്തി വീഴിക്കുകയും ചെയ്താൽ ഇത് കാണുന്നൊരു ദൈവമുണ്ട്. ദൈവത്തെ ന്യായവിധികരം ആടുകളുടെ മേൽ നീട്ടും എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മൾ ആരും അതിലകപ്പെടാതെ വണ്ണം നമുക്ക് ലഭിക്കുന്ന ഏത് സോഴ്സും നമുക്ക് അനുഗ്രഹമായിരിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരുവാൻ, നമ്മുടെ കരങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ, നമുക്ക് ലഭിക്കുന്ന നന്മകൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം കൃപ നൽകട്ടെ. അതിനുവേണ്ടി ദൈവം നമ്മളെ ഒരുക്കിയെടുക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്, തുടർന്ന് നിങ്ങളെ ദൈവം അതിനുവേണ്ടി ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.